ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചല്ലോ അല്ലേ? അങ്ങനെ 2025 ഓണം തീർന്നു അല്ലേ? നമ്മുടെ ഓണ റെസിപ്പിയിൽ ഇത് എൻ്റെ ലാസ്റ്റത്തെ റെസിപ്പിയാണ്, നമ്മുടെ വെള്ളരിക്ക പച്ചടി. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായി വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ ചിരകി അതിലേക്ക് ഒരു പച്ചമുളകും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് തൈര് ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക ഇവിടെ വെന്തിട്ടുണ്ട്. ആ അരച്ച അരപ്പ് നമുക്ക് ആ വെള്ളരിക്കയിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് തിളച്ചു പോകരുത്, ചെറിയ രീതിയിലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് ആ ചൂട് കൊണ്ട് തന്നെ അത് തിളച്ച് വരുന്നുണ്ട്. അപ്പം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. കട്ടിയുള്ള തൈരാണെങ്കിൽ ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് വേണം നമുക്ക് കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി അവസാനമായിട്ട് ഈ കറിക്ക് കുറച്ച് ഭംഗി കൂടാനും ടേസ്റ്റ് കൂടാനും ഒക്കെ ആയിട്ട് നമുക്ക് കടുകും കൂടി പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണം സ്പെഷ്യൽ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കറി ആയതുകൊണ്ട് പറയാമല്ലോ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓണം കഴിഞ്ഞാലും ഇടയ്ക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ.